ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 7ഉം 8ഉം ശ്ലോകങ്ങൾ പഠിക്കാം. ശ്രീമന്നാരായണീയം ദശകം 57 പ്രലംബാസുരവധം ശ്ലോകം 7. ഏവം ബഹുഷു വിഭൂമൻ ബാലേഷു വഹത്സു വാഹ്യമാനേഷു രാമവിജിതഃ പ്രലംബോ ജഹാരതം ദൂരതോ ഭവദ്ഭീത്യാ. നമുക്ക് ഈ ശ്ലോകം എങ്ങനെ വായിക്കാമെന്നും അത് പിരിച്ചിട്ട് അതിൻ്റെ അർത്ഥവും നോക്കാം. ഏവം ബഹുഷു വിഭൂമൻ ബാലേഷു വഹത്സു വാഹ്യമാനേഷു രാമ വിജിതഃ പ്രലംബോ ജഹാര തം ദൂരതോ ഭവത് ഭീത്യാ. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. വിഭൂമൻ ഭഗവൻ, ഏവം ഇപ്രകാരം, ബഹുഷു പല, ബാലേഷു ബാലന്മാരിൽ, വഹത്സു വഹിക്കുകയും, വാഹ്യമാനേഷു വഹിക്കപ്പെടുകയും ചെയ്തപ്പോൾ, രാമവിജിത ബലരാമൻ ജയിക്കപ്പെട്ട, പ്രലംബ പ്രലംബൻ എന്ന അസുരൻ, ഭവദ്ഭീത്യ അങ്ങയിൽ നിന്നുള്ള ഭയത്താൽ, തം ആ ബലരാമനെ, ദൂരത വളരെ ദൂരത്തിൽ, ജഹാര ഹരിച്ചു കൊണ്ടുപോയി. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. ഏവം ബഹുഷു, ബ എന്നുള്ളത് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. വിഭൂമൻ, ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ബാലേഷു, ഇവിടെ അതേപോലെ ബ എന്ന് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. വഹത്സു, ത് സു ചേർത്തിട്ട് സു, വഹത്സു. വാഹ്യമാനേഷു രാമവിജിത, അവിടെ വിസർഗം, അപ്പോൾ വിസർഗം പറയണം. പ്രലംബോ, ഇവിടെ ബ എന്നുള്ളത് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. ജഹാര തം ദൂരതോ ഭവത് ഭീത്യ, ഭവത് ഭീത്യ, ഭവത് എന്നുള്ളതിൻ്റെ ഭാന്നും ഭീത്യ എന്നുള്ളതിൻ്റെ ഭീന്നും നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ഏവം ബഹുഷു വിഭൂമൻ ബാലേഷു വഹത്സു വാഹ്യമാനേഷു രാമവിജിതഃ പ്രലംബോ ജഹാര തം ദൂരതോ ഭവദ്ഭീത്യാ. അടുത്തത് 8ാമത്തെ ശ്ലോകം. ത്വദ്ദൂരം ഗമയന്തം തം ദൃഷ്ട്വാ ഹലിനി വിഹിതഗരിമഭരേ ദൈത്യസ്വരൂപമാഗാദ്യദ്രൂപാത് സഹിബലോപി ചകിതോഭൂത്. നമുക്ക് ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാമെന്നും അതിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥവും നോക്കാം. ത്വത് ദൂരം ഗമയന്തം തം ദൃഷ്ട്വാ ഹലിനി വിഹിത ഗരിമ ഭരേ ദൈത്യ സ്വരൂപം ആഗാത് യത് രൂപാത് സ ഹി ബല അപി ചകിത അഭൂത്. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. ത്വത് അങ്ങയിൽ നിന്നും, ദൂരം ദൂരത്തിലേക്ക്, ഗമയന്തം എടുത്തുകൊണ്ടുപോകുന്ന, തം ആ പ്രലംബനെ, ഹലിനി ബലഭദ്രരാമൻ, വിഹിതഗരിമഭരേ വലുതായ ശരീരഭാരം വളർത്തിയപ്പോൾ, ദൈത്യ പ്രലംബാസുരൻ, സ്വരൂപം സ്വന്തം അസുരരൂപം, അഗാത് പ്രാപിച്ചു, യദ്രൂപാത് യാതൊരു രൂപത്തിൽ നിന്ന്, സ ആ ബല അപി ബലരാമനും, ചകിത ഭയന്നവനായി, അഭൂത് തീർന്നു. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. ത്വത് ദൂരം, അത് ചേർത്ത് എഴുതുമ്പോൾ ദ എന്ന് ഡബിളായിട്ട് എഴുതണം. ത്വദ്ദൂരം, ദൂ എന്നുള്ളത് മെല്ലെ ഊന്നി പറയണം. ഗമയന്തം തം ദൃഷ്ട്വാ, ദൃഷ്ട്വാ എന്നുള്ളതൊക്കെ മൃദുവായിട്ട് പറഞ്ഞാൽ മതി. ഹലിനി വിഹിത ഗരിമഭരേ, ഭ എന്നുള്ള അക്ഷരം ഊന്നി പറയണം. ദൈത്യസ്വരൂപം, ദൈത്യ എന്ന് കഴിഞ്ഞിട്ട് വിസർഗട്ട് ചൊല്ലുകയാണെങ്കിൽ സ്വരൂപം എന്നുള്ളതിന് ഒരു സാന്ന് മതി. ചേർത്ത് ചൊല്ലുമ്പം 2 സാന്ന് ചൊല്ലണം. സ്വരൂപം ആഗാത് യത് രൂപാത്, അങ്ങനെയാണത് പിരിച്ചിട്ട് പറയുമ്പോൾ. ദൈത്യസ്വരൂപമാഗാദ്യദ്രൂപാത് സ ഹി
ബല അപി അത് ചേർത്തിട്ടാണ് ബലോപി ചകിത അഭൂത്. ഇവിടെ നമ്മൾ ആ ചിഹ്നം ഉണ്ട്, അപ്പോൾ ആ ഉണ്ട് എന്ന് അവിടെ മനസ്സിലാക്കണം. ചകിത അഭൂത് അത് ചേർത്ത് ചൊല്ലുമ്പോൾ ചകിതോഭൂത്. ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ത്വദ്ദൂരം ഗമയന്തം തം ദൃഷ്ട്വാ ഹലിനിവിഹിതഗരിമഭരേ ദൈത്യസ്വരൂപമാഗാദ്യദ്രൂപാത് സഹിബലോപി ചകിതോഭൂത്. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.